നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള ഗാനരംഗത്തും കോമഡി രംഗങ്ങളിലും കലാവേദികളുടെ പിന്നാമ്പുറങ്ങളിലും 2 വ്യാഴവട്ടക്കാലം പരിലസിച്ച നമ്മുടെ സ്വന്തം നാദിർ ഷാ ഇന്ന് മറ്റൊരു ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാനം ഒരൊറ്റ സിനിമയുടെ സംവിധാനം കൊണ്ട് നേടിയെടുത്ത നാദിർ ഷാ നമ്മുടെ സ്വന്തം JB ജംഗ്ഷനിൽ അതിഥിയായി വരുന്നു. നാദിർ ഷായെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ മാറിവില്ലൊളി വീണലിഞ്ഞതിൽ രാഗമാലിക ചൂടാൻ ഇതളിതളായെന്നുള്ളിൽ പതിയെ വിടർന്നൊരു ഭാവുകമരുളാൻ പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ. പൂനിലാമഴ തന്നെയായിരിക്കും നമുക്ക്. അല്ല, ഇത് ആദ്യത്തെ സിനിമയില് മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന പടത്തില് ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ച പാട്ടാണ്. ആ പാട്ടിനോടുള്ള സ്നേഹമാണ്. അല്ലെങ്കിൽ ആ പാട്ട് യഥാർത്ഥത്തിൽ വീണ്ടും പാടേണ്ട ഒരു അവസരമാണ് നാദിർ ഷാക്ക്. നാദിർ ഷാ സാർ നമസ്കാരം. എന്തൊരു സന്തോഷം നാദിർ ഷാക്ക്. ഇങ്ങനെ ഒരു പൂനിലാമഴ വിരിഞ്ഞ പെയ്തിറങ്ങുന്ന ഒരു മുഹൂർത്തം നാദിർ ഷായുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് 2 വ്യാഴവട്ടക്കാലത്തെ ഈ കലാസഭയ്ക്കിടയിൽ ആലോചിച്ചിരുന്നു. സ്വപ്നങ്ങളായിരുന്നു. ഈ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിമിക്രി ചെയ്തിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഗാനമേളയിലെ പാട്ടുകാരനായിരുന്ന സമയത്ത് മിമിക്രിക്കാരനാകുന്ന സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കോടികൾ ചിലവാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതറിയാൻ പാടില്ലാതെ ഞാൻ കയറിയിട്ട് ചെയ്യാമെന്ന് ഏൽക്കുന്നത് ആ പ്രൊഡ്യൂസറോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊലച്ചതിയാണ്. 2-3 വർഷം മാത്രം സിനിമയിൽ വന്ന് ഒരു അസിസ്റ്റൻറ്റും പിന്നീട് അസോസിയേറ്റുമായി നേരെ സംവിധായകനായിട്ട് എത്രയോ ആൾക്കാർ, പിന്നെ ഇതൊന്നും ചെയ്യാതെ നേരെ വന്ന് സംവിധാനം ചെയ്ത് എത്രയോ ആൾക്കാർ പ്രശസ്തിയിലേക്കും പ്രാഗൽഭ്യത്തിലേക്കും പദവിയിലേക്കും അംഗീകാരത്തിലേക്കും പ്രയാണം ചെയ്തിട്ടുണ്ട്. 2 വ്യാഴവട്ടക്കാലം സിനിമ സംബന്ധമായിട്ടുള്ള മേഖലയിൽ വിഹരിച്ച നാദിർ ഷാ എന്തിനാണ് അവിടെ അമാന്തിച്ചു നിന്നത്? ഇത് അറിയാവുന്നതിൻ്റെ പേരാണ് സർ. സിനിമ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതിൻ്റെ പേരാണ് അമാന്തിച്ചത്. ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ ചാടി പറിച്ച് ഇറങ്ങിയ കേരള എക്സ്പ്രസിന്റെ മുകളിലേക്ക് ചാടാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. അതല്ലേ ആരെ അത് സമയത്ത് വന്ന് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ കയറിയാൽ മതി എന്ന് വിചാരിച്ചു. അത് മതി. കാരണം ഇപ്പോഴാണ് ഈ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ദിലീപ് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞു, എടാ നീ ഒരു പടം ചെയ്യേ, നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വന്നിട്ട് നമുക്ക് പടം ചെയ്യാം. നീ വെറുതെ ഇങ്ങനെ ഈ ഗാനമേളയും മിമിക്രിയും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കുറച്ച് ദിവസം അതിൽ നിന്നൊക്കെ മാറി എന്നിട്ട് ഒരു നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ വരും, സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അതിൻ്റേതായ കൃത്യമായിട്ടൊരു സമയത്ത് എല്ലാത്തിനൊരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ. ഇത് കറങ്ങിത്തിരിഞ്ഞ് 2 പിള്ളേരുടെ അടുത്തുനിന്നൊരു സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ആരും അറിയപ്പെടാത്ത 2 പേര് വന്നു. ആ 2 പിള്ളേർ ആദ്യം വന്നപ്പോൾ എന്തായിരുന്നു നാദിർ ഷായുടെ പ്രതികരണം? ഒന്ന് നെറ്റ് ചുളിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ അടുത്താണ് ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഒരുപാട് പുതിയ പിള്ളേർ. ഒരുപക്ഷെ അന്നത്തെ സ്റ്റേജ് ഷോകളിൽ ഗാനം കൊണ്ടൊരു പുതുമയുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് നാദിർ ഷാ. അതുവരെ പാട്ടിനെ അതിൻ്റെ ഉള്ളിലേക്ക് അധികം ഒന്നും പ്രവേശിപ്പിച്ചിരുന്നില്ല. പക്ഷേ അതിന് പുതിയൊരു മാനം നൽകുന്നതിന് നാദിർ ഷായുടെ സാന്നിധ്യം സഹായിച്ചു. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നാദിർ ഷാ മനോഹരമായൊരു പാട്ട് ഇഷ്ടമുള്ളത് പാടിക്കുക. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. നാദിർ ഷാ ബാപ്പയുടെ കാര്യം പറഞ്ഞു. ആ ബാപ്പയുടെ കമ്പനിയിൽ എനിക്ക് തോന്നുന്നു നാദിർ ഷയും ബാപ്പയുടെ മരണത്തിന് ശേഷം പോയിട്ടുണ്ട് തോന്നുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെ കാർബൺ യൂണിവേഴ്സലിൽ ബാപ്പയുടെ ജോലി എനിക്ക് കിട്ടി. ഞാനപ്പോൾ അവിടെ ജോലിക്ക് കയറി. അവിടെ ഒരു 10 വർഷത്തോളം കമ്പനിയിൽ വർക്ക് ചെയ്ത്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകല് നമ്മുടെ കോളേജിൽ പോകും, അല്ലെങ്കിൽ മ്യൂസിക് കലാഭവനിൽ ആ സമയത്ത് പഠിക്കുന്നുണ്ട്, മ്യൂസിക് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നുണ്ട്. സെൻറ്റ് പോൾസ് കോളേജിൽ കഴിഞ്ഞിട്ട് ഞാൻ കലാഭവനിൽ ഡിപ്ലോമ കോഴ്സിന് ചേർന്നു. ആ സമയത്ത് രാത്രിയാണ് ജോലിക്ക് വന്നത്. രാത്രി മുഴുവനും കാർബൺ യൂണിവേഴ്സലിൽ ജോലിയായിരുന്നു, നൈറ്റ് ഷിഫ്റ്റ്. ആ സമയത്ത് ഒറ്റയ്ക്കാണ് കമ്പനിൽ. ഇരുട്ട്, പൊടി,
ഫർണസ് കത്തുന്ന ചുട്ടുപഴുത്ത ഫർണസിൻ്റെ അടുത്താണ്, തൊട്ടടുത്താണ് എനിക്ക്. വേറെ പണിയൊന്നുമില്ല, ഈ ഹാമർ എടുത്തിട്ട് 16 പൗണ്ടിൻ്റെ ഹാമർ എടുത്തിട്ട് പാറ പൊട്ടിക്കൽ, ഷവ്വല് കുത്തൽ, ഇങ്ങനത്തെ ഉള്ള പരിപാടിയാണ്. അപ്പോൾ അത് വെട്ടി വേർത്ത് പൊട്ടിയും പുകയും കൊണ്ടിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് പിന്നെ ഈ ചീവീട്, പാമ്പ്, അവിടെയൊക്കെ പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് പേടിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ കുറിച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കിയിട്ട് ആ പാട്ട് ഒരു പേപ്പറിൽ കുറിച്ചിടും. അങ്ങനെ പിറ്റേ ദിവസം പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിനെ കളിയാക്കി പാടാൻ വേണ്ടി. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ജോലിയുടെ രാത്രികളിൽ എനിക്ക് ദൈവം തന്ന ഒരു വരദാനമാണ്. പിന്നീട് പാരഡിയായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി കിട്ടുന്നവരെ ഒരു വരി പോലും എഴുതാൻ അറിയാൻ പാടില്ലാത്ത ആളായിരുന്നു. എപ്പോഴോ ആ രാത്രികളിൽ എനിക്ക് ഒരു ദൈവം തന്ന വരദാനം എന്ന് തന്നെ പറയാം. ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, അവന് വേറെ എന്തെങ്കിലും കഴിവ് കൊടുക്കാമെന്ന് അനുഗ്രഹിച്ചു തന്ന സമയമാണത്. അങ്ങനെ എഴുതിയതാണ് രാത്രി. ആ ഷിഫ്റ്റാണ് ഒരു പക്ഷേ നാദിർഷയിലെ പാരഡിക്കാരനെ പുറത്തു. അതെ, തീർച്ചയായിട്ടും അന്നാണ് എഴുതി തുടങ്ങിയത്.